UPSC Prelims PYQ സീരീസിന്റെ 12ാമത്തെ പാർട്ടാണ്. Consider the following statements in respect of RTGS and NEFT. In RTGS, the settlement time is instantaneous, while in the case of NEFT, it takes some time to settle payments. In RTGS, the customer is charged for inward transaction, while that is not the case for NEFT. Operating hours for RTGS are restricted on certain days, while this is not true for NEFT. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഫാക്ച്വൽ ഇൻഫർമേഷൻ വേണം, അപ്ഡേറ്റഡ് നോളജും ആവശ്യമായിട്ടുള്ളൊരു ഏരിയ ആണ് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ്. എന്നാൽ നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കുമ്പോൾ എന്താണ് RTGS, റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ്, ആ ടേം അറിയാമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ശരിയാണോ തെറ്റാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമാണ്. ദ റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ്, ദ സെറ്റിൽമെൻറ്റ് ടൈം ഈസ് ഇൻസ്റ്റൻറ്റേനിയസ്. റിയൽ ടൈം സെറ്റിൽമെൻറ്റ് അതാണ് RTGSൻ്റെ മെയിൻ ഏരിയ. ആ റിയൽ ടൈമിൽ തന്നെ ആ സെറ്റിൽമെൻറ്റ് നടക്കുന്നു, ഡിലേ വരുന്നില്ല എന്നുള്ളതാണ് ബെനിഫിറ്റ്. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റൻറ്റേനിയസ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇൻ കേസ് ഓഫ് നെഫ്റ്റ് ഇറ്റ് ടേക്സ് സം ടൈം ടു സെറ്റിൽ പേയ്മെൻറ്റ്സ്, ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. കാരണം റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റിൽ ഓരോ സെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ ഓരോ ട്രാൻസാക്ഷനെയും ഇൻഡിവിജ്വൽ ട്രാൻസാക്ഷനായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് അത് അപ്പോൾ തന്നെ ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് അല്ലെങ്കിൽ ആ മൊമെൻ്ററിലി അത് ഫുൾഫിൽ ചെയ്ത് വിടുകയാണ്. അതേസമയം NEFTയിലേക്ക് വരുമ്പോഴത്തേക്കും ട്രാൻസാക്ഷൻസിനെ എല്ലാ ഹാഫ് അവറിലെയും കളക്ട് ചെയ്ത് വെച്ചുകൊണ്ട് ഒരു ബണ്ടിൽ ഓഫ് ട്രാൻസാക്ഷൻസ് ആക്കി മാറ്റി അതിനെ ഒന്നിച്ചാണ് സെറ്റിൽ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബണ്ടിൽ ഓഫ് ട്രാൻസാക്ഷൻസിനെ ഒന്നാക്കി മാറ്റി വെക്കുന്ന ഒരു ഹാഫ് അവർലി സെറ്റിൽമെൻറ്റ് ആയതുകൊണ്ട് ഒരു 30 മിനിറ്റ്സിൻ്റെ ഡിലേ അവിടെ വരുന്നുണ്ട് ഓരോ സെറ്റിൽമെൻറ്റിനും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇൻ RTGS the customer is charged for inward transaction while that is not the case for NEFT. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇത് നമ്മുടെ ബാങ്കിങ് സിസ്റ്റത്തിൽ പ്രൊഹിബിറ്റ് ചെയ്യപ്പെട്ടേക്കുന്ന കാര്യമാണ് ഇൻവേർഡ് ട്രാൻസാക്ഷൻ. അല്ലെങ്കിൽ RTGS വഴി ഒരു വ്യക്തി ഫണ്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ ഇൻവേർഡ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഇൻവേർഡ് പേയ്മെൻറ്റ് റിസീവ് ചെയ്തതിന് ഫീ ചാർജ് ചെയ്യരുത് എന്നുള്ളതൊരു പ്രൊഹിബിഷൻ ഉള്ളതാണ് ബാങ്കുകളുടെ പുറത്ത്. അത് RTGSൻ്റെ കേസിൽ ശരിയാണ്. പക്ഷേ NEFTയിൽ അതല്ല കേസ് എന്നുള്ളത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം NEFTയിലും RTGSലും ആ ഇൻവേർഡ് ട്രാൻസാക്ഷന് ഫീ ചാർജ് ചെയ്യുക എന്നുള്ളത് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. പിന്നെ ഓപ്പറേറ്റിംഗ് അവേഴ്സ് ഫോർ RTGS ആർ റെസ്ട്രിക്റ്റഡ് ഓൺ സർട്ടൺ ഡേയ്സ് വൈൽ ദിസ് ഈസ് നോട്ട് ട്രൂ ഫോർ NEFT. ഇത് റീസെൻ്റ്ലി ഒരു 2-3 ഇയേഴ്സ് ബാക്ക് വന്ന ഒരു അപ്ഡേറ്റ് ആണ്. മുന്നേ ഈ റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു, പക്ഷേ ഈ റെസ്ട്രിക്ഷൻസ് ഒഴിവാക്കി 24/7 RTGSും NEFTയും അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഈ റെസ്ട്രിക്ഷൻ ഇപ്പോൾ ഒഴിവാക്കി. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് 3യും തെറ്റാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എയിലേക്ക് കറക്റ്റ് തന്നെ ചോദിച്ചേക്കണം. ഓപ്ഷൻ A 1 onlyയിലേക്ക് നമുക്ക് എത്താൻ കഴിയും. ഹൈലി ഫാക്ച്വൽ അല്ലേ കൂടിയും അപ്ഡേറ്റഡ് നോളജ് RTGS NEFT സിസ്റ്റത്തിനെ പറ്റിയിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ക്രാക്ക് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ നമുക്കൊരു ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഡേ ടു ഡേ ലൈഫിലുള്ള നമ്മൾ എൻഗേജ് ചെയ്യപ്പെടുന്ന ഒരു മെക്കാനിസം ആയതുകൊണ്ട് തന്നെ ആ ഒരു ഡേ ടു ഡേ ആക്ടിവിറ്റീസിലെ നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലോജിക്കലി ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാവുന്നതാണ്.